ഒടുവിൽ ട്രംപ് സമ്മതിക്കുന്നു. ട്രംപ് ഇറാന്റെ ഉപാധികൾക്ക് വഴങ്ങുന്നു. ഹോർമുസ് തുറക്കണം എന്ന ഒരൊറ്റ വ്യവസ്ഥയുടെ പേരിൽ ഇപ്പോൾ 2 ആഴ്ചത്തേക്ക് വെടിനിർത്തലിലേക്ക് ട്രംപ് പോവുകയാണ്. ഇന്നലെ രാത്രി വരെ ലോകം മുൾമുനയിലായിരുന്നു. ഇറാനെ തീർക്കും, അവരുടെ നാഗരികതയൊക്കെ നശിപ്പിക്കും, അവരെ ഇല്ലാതാക്കും, ഓരോ ഇറാൻ പൗരന്മാരെയും കൊന്നൊടുക്കുമെന്നൊക്കെ വെല്ലുവിളിച്ച ട്രംപ് വളരെ പെട്ടെന്ന് പാകിസ്ഥാനെ കൊണ്ട് ഒരു മധ്യസ്ഥ ശ്രമം നടത്തുന്നു. അതിനുശേഷം പാകിസ്ഥാൻ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നു, അത് സമ്മതിക്കുന്നു. ഹോർമുസ് കടലിടുക്ക് തുറക്കണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് അത് ഇറാൻ അംഗീകരിച്ചതോടെ ഇനി ഉടൻ 2 ആഴ്ചത്തേക്ക് ആക്രമണം ഉണ്ടാകില്ല എന്ന് സമ്മതിച്ചുകൊണ്ട് പിൻവാങ്ങുന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ്. ലോകരാജ്യങ്ങൾ അമ്പരന്ന് പോയി. കാരണം ട്രംപ് ഇത്തരം നിലപാടുകൾ മാറ്റുന്ന ആദ്യമായല്ല. ഇന്നലെ രാത്രി മുതൽ ഇറാനെ ആക്രമിച്ചില്ലാതാക്കുമെന്ന് പറഞ്ഞ നേതാവ് ഒരൊറ്റ മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് മാത്രം നിലപാടിൽ നിന്ന് പുറകോട്ട് മാറുന്ന പശ്ചാത്തലം ഉണ്ടാവുകയാണ്. ഏതായാലും കർശന ഉപാധികളോടെയാണ് വെടിനിർത്തലെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഷഹബാസ് ഷെരീഫ്, പാകിസ്ഥാൻ പ്രധാനമന്ത്രി, ഫീൽഡ് മാർഷൽ അസിം മുനീർ എന്നിവരുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് തീരുമാനമെടുത്തതെന്നും ട്രംപ് അറിയിക്കുന്ന പശ്ചാത്തലമാണ്. ഇറാനെതിരായ ആക്രമണങ്ങൾ നിർത്താൻ പാക് നേതാക്കൾ അഭ്യർത്ഥിച്ചു എന്ന് പറയുന്നു. ഹോർമുസ് തുറന്നു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ആക്രമണം നിർത്താമെന്ന് ട്രംപ് പറയുന്നു. തുടർന്ന് ഇറാൻ സമ്മതിക്കുകയാണ്. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അജയ്, ഇതിപ്പോൾ നമുക്ക് ഏറെ കൗതുകം ജനിപ്പിക്കുന്ന ചില കരാറുകളാണ്. നമ്മൾ ഈ യുദ്ധത്തിൻ്റെ ആദ്യ ഘട്ടം മുതൽ തന്നെ ചർച്ച ചെയ്യുമ്പോൾ ട്രംപിൻ്റെ നിലപാട് മാറ്റങ്ങൾ സ്ഥിരമായി സംസാരിക്കാറുണ്ടായിരുന്നു. ഇന്നലെയും നമ്മളത് പ്രതീക്ഷിക്കണം. കാരണം ഇറാനെ അത്ര വേഗം ആക്രമിച്ച് തീർക്കുക എന്നുള്ള എളുപ്പമായ കാര്യമല്ല. പ്രത്യേകിച്ചും സാമ്പത്തികമായും ആയുധപരവുമായൊക്കെ വലിയ നഷ്ടം അമേരിക്കയ്ക്ക് ഉണ്ടായ പശ്ചാത്തലത്തിൽ കൂടി ഒപ്പം ഗൾഫ് രാജ്യങ്ങളിലെ ആക്രമണം വലിയ തോതിൽ അമേരിക്കയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ ഇന്നലെ രാത്രി? രഞ്ജിത്ത്, ഇറാനെ പൂർണ്ണമായി ആക്രമിച്ച് കീഴടക്കുക, അതും ട്രംപ് പറയുന്നത് പോലെ ഒറ്റ രാത്രി 4 മണിക്കൂർ കൊണ്ട് തീർക്കുക എന്നുള്ളത് അത് ടെക്നിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. പ്രത്യേകിച്ച് ഇറാൻ ശക്തമായിട്ടുള്ള പ്രതിരോധങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്ന ആ പശ്ചാത്തലത്തിൽ അത് ഒരിക്കലും സാധ്യമല്ലായിരുന്നു. ട്രംപ് ഇറാനെ ആക്രമിച്ച് ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ സമയത്തിന് കൃത്യം 1.5 മണിക്കൂർ മുൻപാണ് ഒരു വെടിനിർത്തൽ US പ്രസിഡന്റ് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചത്. ഇതിൽ ട്രംപ് എടുത്തു പറയുന്നത് പാകിസ്ഥാന്റെ പങ്കാണ്. പാകിസ്ഥാൻ ഈ ആക്രമണങ്ങൾ അമേരിക്ക തുടങ്ങുന്നതിന് മുൻപ് US-നോട് ഇക്കാര്യം അഭ്യർത്ഥിച്ചിരുന്നു. അതായത് അമേരിക്ക ഇറാന് നൽകിയിട്ടുള്ള സമയപരിധി അത് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ള ഒരു അപേക്ഷ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫ് അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ട് വഴി പങ്കുവച്ചിരുന്നു. US-നും ഈ നിർദ്ദേശം അയച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ട്രംപ് തന്നെ ഔദ്യോഗികമായി വെടിനിർത്തൽ അംഗീകരിച്ചതായിട്ട് പ്രഖ്യാപിച്ചത്. അദ്ദേഹം തന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ പറയുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫിനോടും ഫീൽഡ് മാർഷലായിട്ടുള്ള അസീം മുനീറിനോടും താൻ സംസാരിച്ചു. ഇത് അനുസരിച്ച് ഇറാനിൽ ഒരു 2 ആഴ്ചത്തെ വെടിനിർത്തൽ താൻ അംഗീകരിക്കുന്നു. ഇത് ഇരുപക്ഷവും അംഗീകരിച്ചുള്ള ഒരു നിലപാടാണ്. ഈ ഒരു കാലയളവിൽ ഇറാനെ ആക്രമിക്കില്ല എന്നും ട്രംപ് പറയുന്നുണ്ട്. അതുപോലെ താൻ ഈ ഒരു വ്യവസ്ഥ അംഗീകരിച്ചത് ഹോർമുസ് കടലിടുക്ക് ഇറാൻ തുറക്കും എന്ന് പറഞ്ഞതിനെ തുടർന്നാണെന്നും ട്രംപ് തന്റെ പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ആ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ അദ്ദേഹം ട്രംപ് എടുത്തു പറയുന്ന അമേരിക്കയുടെ ചില അവകാശവാദങ്ങൾ കൂടിയുണ്ട്. അതായത് US ഈ ലക്ഷ്യത്തിൽ അവർ ഉദ്ദേശിച്ചിരുന്ന എല്ലാ ലക്ഷ്യങ്ങളും ഫലം കണ്ടു, ഇത് പൂർണ്ണമായിട്ടും US-ന്റെ വിജയമാണെന്ന് ട്രംപ് പറഞ്ഞു. അതിന് പിന്നാലെ വൈറ്റ് ഹൗസിന്റെ ഭാഗത്ത് നിന്നും ഈ യുദ്ധത്തെ സംബന്ധിച്ച് അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. അതിൽ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള കരോലിൻ ലെവിറ്റ് വ്യക്തമാക്കിയത് ഈ യുദ്ധത്തിൽ അമേരിക്ക വിജയിച്ചു എന്ന് തന്നെയാണ്. എന്നാൽ അതിൽ മറ്റ് ചില പ്രശ്നങ്ങളുണ്ട്, അത് നമുക്ക് ചർച്ച ചെയ്യാം. അതുപോലെ തന്നെ ട്രംപ് എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു 10 നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു നിർദ്ദേശങ്ങൾ അത് ഇനി തുടർന്ന് ഇറാനുമായി നടത്തുന്ന ചർച്ചയിൽ ഇനി ഇക്കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യും എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതിലുള്ള പല വ്യവസ്ഥകളും അത് മുൻപ് തന്നെ അംഗീകരിച്ചതാണ്. ഇനി മുന്നോട്ട് പോകുന്ന ചർച്ചയിൽ കൂടുതൽ കാര്യങ്ങൾ തീരുമാനമാകും എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഇത് അടിസ്ഥാനത്തിൽ ഇറാനുമായിട്ടുള്ള ചർച്ചകൾ ഈ വരുന്ന വെള്ളിയാഴ്ച മുതൽ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടക്കുമെന്നും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫ് തന്നെ സ്ഥിരീകരിക്കുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ട്രംപ് ഈ പോസ്റ്റ് ഇട്ടതിന് തൊട്ടു പിന്നാലെ ഇറാന്റെ ഭാഗത്ത് നിന്നും ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചിയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് വിശദീകരണം നൽകിയത്. അതായത് പാകിസ്ഥാന്റെ ഈ ചർച്ചകൾക്കുള്ള മധ്യസ്ഥത വഹിച്ചുള്ള പങ്കിന് ആദ്യം തന്നെ ഇറാൻ നന്ദി അറിയിക്കുന്നു. അതിനുശേഷം അമേരിക്കയുടെ ഒരു 15 ഉപാധികൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. തങ്ങളുടെ ഒരു 10 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. തീർച്ചയായും അജയ്, അത് ഈ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ഏതാണ്ട് വെടിനിർത്തൽ എന്നൊക്കെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അപ്പോൾ ഈ ട്രംപിന്റെ വെടിനിർത്തൽ ചരിത്ര വിജയമെന്നാണ് ഇറാൻ വിശേഷിപ്പിക്കുന്നത്. US-ന്റെ
ഇറാന്റെ മുഴുവൻ ആവശ്യങ്ങളും US അംഗീകരിച്ചു. അത് വലിയ വിജയമാണെന്ന് ഇറാനിയൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ നിർദ്ദേശങ്ങൾ US അംഗീകരിച്ചുവെന്നും ഒപ്പം ഇറാന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ യുദ്ധം തുടരുമെന്ന മുന്നറിയിപ്പുമാണ് കൗൺസിലിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് ഉണ്ടാകുന്നത്. അതായത് യുദ്ധം നിർത്തിയിട്ടില്ല എന്ന് അവരുടെ പരമോന്നത നേതാവ്, അദ്ദേഹം എവിടെയാണെന്ന് അറിയില്ല, റഷ്യയിലാണെന്ന് ഉള്ള ചില വിവരങ്ങളൊക്കെ ഉണ്ട്. മൊജ്തബ ഖമേനി യുദ്ധം നിർത്തിയിട്ടില്ല എന്ന അർത്ഥം വരുന്ന ചില പ്രസ്താവനകൾ നടത്തി എന്നും ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. കൈവിരൽ ഇപ്പോഴും കാഞ്ചിയിൽ തന്നെയാണ് എന്നാണ് മൊജ്തബയുടെ പ്രസ്താവനയായി പുറത്തു വന്നിരിക്കുന്നത്. ശത്രു എന്തെങ്കിലും സാഹസത്തിന് മുതിർന്നാൽ തിരിച്ചടി നൽകും എന്നും മൊജ്തബ വളരെ പ്രധാനപ്പെട്ട മുന്നറിയിപ്പുമായി രംഗത്ത് വരുന്ന പശ്ചാത്തലം ഈ പുതിയ സാഹചര്യത്തിൽ നിർണായകമാണ്. കാരണം വെടിനിർത്തലുണ്ട്, യുദ്ധം നിർത്തി എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും കാര്യങ്ങൾ, ആശങ്കകൾ പരിഹരിക്കപ്പെടുന്നില്ല. ഇറാന്റെ നിലപാട് അത് തുടക്കം മുതൽ തന്നെ വ്യക്തമായിരുന്നു. തങ്ങളെ ഇങ്ങോട്ട് ആക്രമിക്കുകയാണ് ചെയ്തത്, തങ്ങൾ ആരെയും ആക്രമിച്ചിട്ടില്ല, ശാശ്വതമായ സമാധാനമുണ്ടെങ്കിൽ മാത്രം തങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകും എന്ന് മറ്റുമായിരുന്നു. ഇപ്പോൾ ഉറപ്പിക്കുകയാണ് ഇറാൻ. അത് അമേരിക്ക എത്രയൊക്കെ പറഞ്ഞാലും ഞങ്ങളെ ആക്രമിക്കാതിരിക്കണം, ഞങ്ങൾ മുന്നോട്ട് വെച്ച 10 നിർദ്ദേശങ്ങൾ അനുസരിച്ചാൽ മാത്രം. അങ്ങനെയല്ലേ അജയ്? തീർച്ചയായിട്ടും ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് തന്നെ ഇക്കാര്യത്തിൽ നൽകുന്നുണ്ട്. അത് ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചി ആണെങ്കിലും അവരുടെ നിലവിലെ പരമോന്നത നേതാവായിട്ടുള്ള മുജ്തബ ഖമനയുടെ വാക്കുകളിൽ നിന്നാണെങ്കിലും വ്യക്തമാണ്. അതായത് അബ്ബാസ് അറക്ചി പറയുന്നത് ഇറാൻ നിലവിൽ താൽക്കാലികമായി ഒരു വെടിനിർത്തൽ അംഗീകരിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹോർമുസ് കടലിടുക്ക് ഇറാൻ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ തുറക്കും. ഹോർമുസിന്റെ പൂർണ്ണ നിയന്ത്രണവും ഇറാന്റെ പക്കലായിരിക്കും. ഇത് അബ്ബാസ് അറക്ചി എടുത്തു പറയുന്ന കാര്യമാണ്. മാത്രമല്ല, ഈ ഒരു കാലയളവിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുള്ള 2 ആഴ്ചത്തെ കാലയളവിൽ എന്തെങ്കിലും ആക്രമണം ശത്രുക്കളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ഇറാൻ സൈന്യം ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുമെന്ന് അബ്ബാസ് അറക്ചി വ്യക്തമാക്കുന്നുണ്ട്. ഇത് തന്നെയാണ് മുജ്തബ ഖമനയുടെ വാക്കുകളിലുമുള്ളത്. അദ്ദേഹം പറയുന്ന കാര്യം, തങ്ങൾ ആക്രമണം അവസാനിപ്പിച്ചിട്ടില്ല, ശത്രുക്കൾ എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ തങ്ങൾക്കെതിരെ നടത്തുകയാണെങ്കിൽ അതിന് തക്കതായിട്ടുള്ള മറുപടി നൽകും, അതിന് ശക്തമായിട്ടുള്ള തിരിച്ചടി ശത്രുക്കൾക്ക് മേൽ ഏൽപ്പിക്കും എന്ന് തന്നെയാണ് ഇറാൻ ഇപ്പോഴും വ്യക്തമാക്കുന്നത്. ഇതിൽ അമേരിക്കയുടെയും ഇറാന്റെയും ഒരു നിർദ്ദേശങ്ങൾ, ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള 10 നിർദ്ദേശങ്ങൾ, അമേരിക്കയുടെ 15 നിർദ്ദേശങ്ങൾ, ഇവയായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ ചർച്ചയാകാൻ പോകുന്നത്. ഈ വരുന്ന 10-ാം തീയതി, അതായത് വെള്ളിയാഴ്ച മുതൽ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ ഇത് സംബന്ധിച്ച് അമേരിക്കയുടെയും ഇറാന്റെയും നയതന്ത്ര ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്യും. എന്നാൽ ഇതിൽ തന്നെ പല വ്യവസ്ഥകളും പരസ്പരം കോൺട്രഡിക്ടറി ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് US പറയുന്നതല്ല ഇറാൻ പറയുന്നത്, ഇറാൻ പറയുന്നതല്ല US പറയുന്നത്, പല വ്യത്യാസങ്ങളും ഈ പോയിന്റുകൾ തമ്മിലുണ്ട്. ഇത് തന്നെ ഈ ചർച്ചകളിൽ വലിയൊരു പ്രതിസന്ധിയായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതായത് ഈ വ്യവസ്ഥകൾ പരസ്പരം എതിർചേരിയിൽ നിൽക്കുന്ന ഈ വ്യവസ്ഥകൾ ഇരു രാജ്യങ്ങളും അംഗീകരിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യം തന്നെ ഒരു വിട്ടുവീഴ്ച നടത്തിയിട്ടുള്ളത് അമേരിക്കയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഹോർമുസ് കടലെടുക്ക് ഇറാന്റെ നേതൃത്വത്തിലാണ് തുറക്കുന്നത്. ഇറാൻ അത് ഈ 2 ആഴ്ച കാലയളവിൽ നിയന്ത്രിക്കുകയും ചെയ്യുമെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ട്രംപ് ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഈ പത്രക്കുറിപ്പ് ട്രംപ് ഷെയർ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ അമേരിക്ക ഒരു വിട്ടുവീഴ്ച നടത്തിയിരിക്കുകയാണ്. അതായത് ഹോർമുസ് കടലെടുക്കിന്റെ നിയന്ത്രണം ഇറാൻ ആണെന്നുള്ളത് US അംഗീകരിച്ചു എന്നുള്ളത് നമുക്ക് ഇവിടെ തന്നെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ മറ്റൊരു വ്യവസ്ഥ നോക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ഭാഗത്ത് ചെറിയൊരു വിജയമുള്ളതായിട്ട് കാണാം. അതായത് ഇറാൻ ആദ്യം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ആദ്യം തങ്ങൾ മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ അംഗീകരിക്കണം, എന്നാൽ മാത്രം വെടിനിർത്തലുമായി മുന്നോട്ട് പോകാം എന്നാണ് ഇറാൻ പറഞ്ഞത്. എന്നാൽ